പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസങ്ങൾക്കും ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ ഒത്തിരി പേരുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നതിനുള്ള അവസരവുമായി മാറി എന്നറിയുന്നതിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവിധത്തിൽ നിങ്ങൾക്ക് മുൻപുള്ള ഈ ആഴ്ചയും അതെ എണ്ണിക്കൂടാത്ത ദൈവിക ദാനങ്ങളെ, നന്മകളെ നിങ്ങൾ പ്രാപിക്കുവാൻ, നല്ലത് നിങ്ങൾ അനുഭവിക്കുവാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലത്, നല്ലത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ആ നല്ലത് നിങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമായി ആ നല്ലതിനെ, നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന ഒരു ലോകമുണ്ട്. മനുഷ്യനും പിശാചും അടങ്ങുന്ന ലോകം. അതെ, ആ ലോകം തടഞ്ഞു വെച്ച നന്മകൾ ഒന്നുപോലും കുറയാതെ നിങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയായി ഈ ആഴ്ച മാറുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതായി എന്നോട് പറഞ്ഞ ആ കാര്യം, അതെ, പ്രവചനദൂതായി അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതെ, നിങ്ങളിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളിലെ അശരണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളിലെ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളിലെ തകർന്നവർക്കും തളർന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളിലെ പരാജിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമാണോ? ഈ ഒരാഴ്ച നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ആഴ്ചയാകുവാൻ പോകുന്നു. വലിയ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ വാക്യത്തിലേക്ക്. അതെ, പ്രവചന ദൂതിനടിസ്ഥാനമായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരാഴ്ച ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന ആ പ്രവചന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 26-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അപ്പോൾ ശൗൽ ദാവീദിനോട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. ദൂത് ഇതാണ്: നിങ്ങൾക്ക് തിന്മ മാത്രം ലഭിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നും ഈ ആഴ്ചയിൽ ദൈവം ചില നന്മകളെ നിങ്ങൾക്ക് തരും. എത്ര പേർ വിശ്വസിക്കുന്നവർ ആമേൻ പറയും. അതെ, നിങ്ങൾക്ക് തിന്മ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന്, നിങ്ങൾക്ക് ദോഷം മാത്രം ചെയ്തുകൊണ്ടിരുന്നവരിൽ നിന്ന് നന്മയായുള്ളത്, നല്ലത്, ഗുണകരമായത് ഈ ആഴ്ചയിൽ ദൈവം തന്ന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുക. അതെ പ്രിയരെ, അവിടെ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്, നല്ലത് പ്രതീക്ഷിച്ചാ പോകുന്നത്. പക്ഷെ നല്ലതൊന്നും കേൾക്കുവാനില്ല. കുത്തുവാക്കുകൾ, പരിഹാസം, അപമാനം, നിന്ന. അവിടെ നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് സഹോദര സഹോദരി എത്ര കഷ്ടപ്പെട്ടാലും അതിന് തക്കവണ്ണം നല്ലതൊന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നല്ലൊരു വാക്കില്ല. വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി നീ അധ്വാനിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി. നിന്റെ അവസ്ഥ അതാ. കരയുക, നീ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാ. ഈ ജോലി കൂടെ നഷ്ടപ്പെട്ടാൽ, ഈ വരുമാനം കൂടെ ഇല്ലാതായി തീർന്നാൽ, കുടുംബമായി ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല. തകർന്നിരിക്കുക. കേൾക്ക്, അവിധത്തിൽ ആത്മഹത്യ ചെയ്ത് നീ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ തക്ക വിധത്തിൽ ഈ ദിവസങ്ങളിൽ തിന്മ മാത്രം, ദോഷകരമായത് മാത്രം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നന്മയായി ചിലത്, അതെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നന്മയായി ചിലത് നിന്റെ കരങ്ങളിൽ നൽകി എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അതേ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ആ നല്ലത് നീ പ്രാപിക്കുവാൻ പോകുക. ആ തൊഴിലിടത്തിൽ നിന്ന് ആ നല്ലത് നന്മയായി മാറുന്നത്, നിന്റെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റുന്നത് നീ ഈ ആഴ്ചയിൽ പ്രാപിച്ചെടുക്കും. നല്ലൊരു വാക്ക് കേൾക്കാനില്ല, നല്ല വാക്ക് അവർ പറയുവാൻ പോകുക. നല്ലത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്തവർ, ഓ സ്തോത്രം, നിന്നോട് മാത്രമല്ല ആരോടും നല്ലതൊന്നും പറഞ്ഞിട്ടില്ലാത്തവർ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല, ഇവരെന്താ ഇങ്ങനെ, ഇവരുടെ മുഖത്ത് ചിരി വരത്തില്ലേ, ഇവർക്ക് ശബ്ദം താഴ്ത്തി സംസാരിക്കുവാൻ കഴിയത്തില്ലേ, അല്ലേ? സങ്കടമല്ലേ? സങ്കടപ്പെടണ്ട.
ശബ്ദം താഴ്ത്തി ചിരിയോടെ, ഓ സ്തോത്രം, നിന്നെക്കുറിച്ച് നല്ല വാക്ക്, നിന്നോട് മാത്രമല്ല നിനക്കൊപ്പമുള്ളവരോടും നല്ല വാക്ക് അവർ തന്നെ പറയുവാൻ പോകുക. ആമേൻ. നോക്കിയേ, അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം, ദൈവദാസനെ ചുമ്മാതങ്ങ് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? ചുമ്മാ പറയുന്നതല്ല. അവൻ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ അവിധത്തിൽ ചെയ്തതുകൊണ്ട് വിശ്വാസത്തോടെ ആ സാക്ഷ്യവചനങ്ങൾക്കൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്യും. ഈ ആഴ്ച നിങ്ങളത് പ്രാപിക്കും. സാക്ഷ്യം നിങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ആരാണ് ദാവീദിനോട് പറയുന്നേ? നീ അനുഗ്രഹിക്കപ്പെടും, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും. ശൗൽ, ദാവീദിനു മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത രാജാവ്. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നല്ലതായിട്ട് ശൗലിനെ കുറിച്ച് പറയുവാനുണ്ട്. പക്ഷേ ദാവീദുമായുള്ള ബന്ധത്തിൽ നോക്കിയാൽ നല്ലതൊന്നും ശൗലിനെ കുറിച്ച് പറയുവാനില്ല. ഇതാ, മറ്റുള്ളവർക്ക് നിനക്ക് വിരോധമായി നിൽക്കുന്നവരെ കുറിച്ച്, നിന്നെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച്, നിന്നെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അയ്യോ, അവരെ പോലെ നല്ലവര് അല്ലേ സഹോദരി? നീ നിന്റെ അമ്മായിയമ്മയെ കുറിച്ച്, നിന്റെ നാത്തൂനെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ പോയി പരാതി പറയുമ്പോൾ അവളോ, അയ്യോ, വായിൽ വിരൽ വെച്ച് കൊടുത്താൽ പോലും കടിക്കത്തില്ല, അങ്ങനെ ഒരു പാവമാണ്. ഭർത്താവിനെ കുറിച്ചാണെങ്കിൽ നിന്റെ അപ്പനും അമ്മയും പോലും വിശ്വസിക്കത്തില്ല. അയ്യോ, ഇത്രയും നല്ലൊരു പിള്ള, ഞങ്ങളുടെ മോനാ, പക്ഷെ നീ അനുഭവിക്കുന്നത് നിനക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അയ്യോ, എല്ലാവരുടെ മോനാ, പക്ഷെ നിനക്ക് കാലനാ. അത് തന്നെ, എല്ലാവർക്കും ശൗല് നല്ലവനാ, ഇതുപോലെ തോൾ മുതൽ തല വരെ പൊക്കമുള്ളവനില്ല. ഓ, കാഴ്ചയ്ക്കൊക്കെ കിടിലമാ. പക്ഷേ ദാവീദിനെ സംബന്ധിച്ച് ഒരൊറ്റ പാട്ടിൽ നിന്ന് തുടങ്ങിയതാ. അന്തഃപുരത്തിൽ നിന്നൊരു പാട്ട് ഉയർന്നു, ദാസിമാർ പാടി. എന്താ? ശൗലോ 1000 കൊന്നു, അപ്പൊ നമ്മുടെ ദാവീദോ അവൻ 10,000 കൊന്നു. അന്നു മുതൽ അസൂയോടെ കൊട്ടാരത്തിൽ, അന്തഃപുരത്തിൽ, നല്ല പട്ടുമെത്തയിൽ തോഴിമാർ വെഞ്ചാമരം വീശുമ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് സുഖമായി ഉറങ്ങേണ്ടവനാ. അവനിങ്ങനെ കാട്ടിലൂടെ അലയുക, വെളിം പ്രദേശങ്ങളിലൂടെ, പർവ്വതങ്ങളിലൂടെ, രാത്രികളിൽ ഹിംസ ജന്തുക്കൾ പാർക്കേണ്ട ഗുഹയിടങ്ങളിൽ പാർക്കേണ്ടി വരിക. എന്തിനാ? ദാവീദിനെ കൊല്ലാൻ വേണ്ടി. അയ്യോ, ഒറ്റയ്ക്ക് കൊല്ലാൻ വേണ്ടി പോയെന്നല്ല, പട്ടണങ്ങളിലെ പ്രഭുക്കന്മാരെയും യോദ്ധാക്കളെയും എല്ലാം കൂട്ടി വലിയൊരു കൂട്ടമായിട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി. അയ്യോ, അവര് ശത്രുക്കളാ, അവര് വിരോധികളാ, അവര് ഉപദ്രവം മാത്രമേ ഉള്ളൂ. നല്ലത് ചെയ്യും, അത് പോട്ടെ, നല്ലത് ചെയ്യുന്ന കാര്യം പോട്ടെ, ഉപദ്രവമാ, എന്നും ഉപദ്രവമാ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവമാ. ഉപദ്രവിക്കുന്നത് വെറും ഒരാളല്ല, ആ രാജ്യത്തെ ഏറ്റവും വലിയവൻ, രാജാവ്. ദാവീദിന് ശത്രു രാജാവ് തന്നെ ആയി മാറിയിരിക്കുന്നു. അതെ, പലപ്പോഴും നിങ്ങളുടെ ശത്രു പ്രബലനാണ്, നിങ്ങളുടെ ശത്രു ശക്തനാണ്, അധികാരമുള്ളവനാണ്, സ്ഥാനമാനങ്ങളുള്ളവനാണ്. പക്ഷേ അതിന് തക്കവണ്ണം അവർ ശത്രുക്കളാകാൻ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയോ എപ്പോഴോ അവർ ശത്രുക്കളായി മാറി ഉപദ്രവിക്കുവാനായി വട്ടം കൂട്ടുന്നു, നിന്നെക്കുറിച്ച് മോശം പറയുന്നു, നിന്നെ തകർക്കുവാൻ, നിന്നെ അവിടെ നിന്ന് ഒഴിവാക്കുവാൻ, നിന്നെ ഓടിക്കുവാൻ. അതേ സഹോദരി, ആ ഭവനത്തിനകത്ത് നിന്ന് നിന്നെ ഓടിക്കുവാൻ അവർക്ക് അധികാരമുണ്ട്. അവർ സ്തോത്രം, നിന്നെക്കാൾ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരുന്നവരാണ്. നീ ഈ ഇടയ്ക്ക് പോയി കയറിയോളാം അന്ന് തൊട്ടേ. അപ്പോൾ അതല്ലേ ഭർത്താവും പറയുന്നേ, എൻ്റെ അപ്പനമ്മയെ എനിക്കറിയത്തില്ലേ, എൻ്റെ സഹോദരങ്ങളെ എനിക്കറിയത്തില്ല, നിനക്കല്ലേ അറിയത്തില്ല. കേൾക്ക്, സ്ഥാനമാനമുണ്ട്, പേരുണ്ട്, എല്ലാവരും അവരുടെ കൂട്ടത്തെ നിൽക്കത്തുള്ളൂ, അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആളുണ്ട്. അതെ, അവരിൽ നിന്ന് ഈ ആഴ്ച ദൈവം നിന്റെ ജീവിതത്തിൽ ചില നല്ലതുകളെ തരുമാറാക്കും. നന്മയായുള്ള ചിലത്. ഇതുവരെ നല്ല വാക്ക് പറയാത്തവർ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആ രാജ്യത്ത്, അതെ, അവിടെ നിന്ന് നല്ല വാക്കുകൾ, നല്ലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. ഇതുവരെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ലാത്ത നിന്റെ ഭാര്യ, വീട്ടുകാർ നല്ലത് പറയുക. സ്തോത്രം. ആദ്യം നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം നല്ലതൊന്നും പറയുന്നില്ല. വാ തുറക്കുന്നത് തന്നെ നിന്നെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയാ. ആമേൻ. കുറ്റം പറയുവാൻ പോകുന്ന വായ്കളിൽ നിന്ന് നല്ലത് പുറത്തു വരുവാൻ പോകുക. ഓ, യേശുവിൻ നാമത്തിൽ. അതേ സഹോദര, നിന്നെക്കുറിച്ച് കുറ്റം പറയുന്ന വായ്കൾ നല്ലത് പറയുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ കുറിച്ച് കുറ്റം പറയുന്നവർ, നിങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുവാനായി വട്ടം കൂടിയവർ ഒരു കാരണം കണ്ടെത്തുവാൻ വേണ്ടി, അതേ, പുറത്തു നിന്നല്ല, അകത്തു നിന്ന് തന്നെ
നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ വീഴ്ചകളെ ചികഞ്ഞെടുത്ത് അത് പറഞ്ഞ് പൊതുസ്ഥലത്ത് 4 ആൾ കൂടുന്നിടത്ത് നിന്നെ കളിയാക്കുവാൻ, നിന്റെ തലമുറകളെ അപമാനിക്കുവാൻ കൂട്ടം കൂടിയവർ തന്നെ, ഇന്നലകളിൽ ദോഷകരമായത് മാത്രം പറഞ്ഞവർ തന്നെ നിന്റെ തലമുറകളെ കുറിച്ച് ഈ ആഴ്ച നല്ലത് പറയും. അവരിലൂടെ ചില നല്ല കാര്യങ്ങൾ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. വിവാഹം മുടക്കികൾ മുഖാന്തരം തന്നെ നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം എന്റെ ദൈവം ഒരുക്കിയ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ വിവാഹം നടക്കുക. ആ ജോലിക്ക് വേണ്ടി ആരാണോ അവിടെ അവരെ നൃത്തത്തിലായെന്ന് വാദിച്ചത്, അവരിലൂടെ തന്നെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ആമേൻ. സ്തോത്രം. നോക്കൂ, കൊല്ലുവാൻ നടന്ന ശൗൽ തന്നെ ദാവീദിനെ അനുഗ്രഹിക്കുക. എന്റെ മകനെ എന്ന് വിളിച്ചു. അയ്യോ സ്തോത്രം. ആമേൻ. നമ്മൾ ഒത്തിരി വിളി കേൾക്കുന്നതാ. ആ വിളിക്ക് മുൻപിലും പിൻപിലും ഒക്കെ പലതും ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ലോക മനുഷ്യരായി പറയാൻ പറ്റത്തില്ലല്ലോ. ആമേൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ആ വിളി മാറുക. എൻ്റെ മകനേ, എൻ്റെ മകനേ. സ്തോത്രം. ശൗലിൻ്റെ ശബ്ദം മാറി. ശൗലിൻ്റെ ആക്രോശത്തിൻ്റെ സ്വരം മാറി, അനുഗ്രഹത്തിന്റെ സ്വരമായി മാറി. ആ ശബ്ദം കേൾക്കുമ്പോൾ ദാവീദ് എവിടെയാ? ആമേൻ. കേട്ട വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നിർജ്ജന പ്രദേശങ്ങളിൽ, കാനന മധ്യത്തിൽ, ഹിംസ ജന്തുക്കൾ പാർക്കുന്നിടങ്ങളിൽ അലഞ്ഞു തിരിയുക. എന്നാൽ ആ അനുഗ്രഹത്തിന്റെ ശബ്ദം ദാവീദിനെ വാഗ്ദത്തം പ്രാപിക്കുന്നവനായി ആയിരുന്ന സ്ഥാനത്ത് നിന്ന് വാഗ്ദത്തം പ്രാപിക്കുന്നവനായി ഉയർത്തി. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേൾക്കുന്ന അനുഗ്രഹം നിന്നെ ചില സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എൻ്റെ മകനേ ദാവീദേ, നീ കൃതാർത്ഥനാകും, നീ കൃതാർത്ഥനാകും. നീ ചെയ്ത കാര്യങ്ങളിൽ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, അതേ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൃതാർത്ഥനാകും. നിങ്ങൾ ജയം പ്രാപിക്കും. അതെ, നിന്റെ തലമുറകൾ ജയം പ്രാപിച്ച റിസൾട്ടുകൾ ഈ ആഴ്ച വരുവാൻ പോകുക. താങ്ക് ഗോഡ്. പരാജയ ഭീതിയിലായിരുന്ന എൻ്റെ മക്കൾ ജയത്തിന്റെ റിസൾട്ട് പങ്കുവെക്കുവാൻ പോകുക. നിങ്ങൾ ജയം പ്രാപിക്കും. ആമേൻ. ആ അനുഗ്രഹ വാക്ക് അതാരിൽ നിന്ന് വന്നു എന്നുള്ളതല്ല, അനുഗ്രഹ വാക്ക് ദാവീദിനെ ലിഫ്റ്റ് ചെയ്തു. സ്തോത്രം. സിംഹാസനത്തിലേക്ക്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ അനുഗ്രഹ വാക്കുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്ന അതേ ഈ അനുഗ്രഹ വാക്കുകൾ നിങ്ങളെ ഉയർത്തുവാൻ പോകുക. ദാവീദിനെ അലയുന്നവനിൽ നിന്ന് ഇരുന്ന് ഭരിക്കുന്നവനാക്കി മാറ്റിയതുപോലെ സ്തോത്രം. ചില അലച്ചിലുകൾക്ക്, ചില ഓട്ടങ്ങൾക്ക് എൻ്റെ യേശു അറുതി വരുത്തുക. സ്തോത്രം. കുറേ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ, കുറേ ദിവസം ഭാര്യയുടെ വീട്ടിൽ. അയ്യോ ഇല്ലെന്നേ. ആമേൻ. കുറേ ദിവസം ആശുപത്രിയിൽ, കുറേ ദിവസം വീട്ടിൽ, കുറേ ദിവസം വേറെ എല്ലായിടത്തും ഇല്ല. ആമേൻ. ഒരാഴ്ച കോളേജിൽ പോകും, അടുത്ത ആഴ്ച വേറെ എവിടെയെങ്കിലും പോകും. ഇല്ല. അലച്ചിലിന് യേശു അറുതി വരുത്തുക. ഈ ആഴ്ച നീ ആ ഉയർച്ച പ്രാപിക്കും. താങ്ക് യു ലോർഡ്. ആമേൻ. നീ കേൾക്കുന്ന അനുഗ്രഹ വാക്കുകൾ അതേ നീ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഉയർച്ചയ്ക്ക് കാരണമായി മാറും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഈ ദൈവദാസനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളൊന്നും ഞങ്ങളെ ഉയർത്തത്തില്ല. ശൗലിൽ നിന്ന് കേട്ട വാക്ക് ദാവീദിനെ ഉയർത്തിയെന്നു. അപ്പോഴാ പിന്നെ ഞാൻ സ്തോത്രം. ശൗലും ദാവീദുമായിട്ടുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഞാൻ ബെറ്ററാ. നിങ്ങളെ ഉയർത്തും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. നീ ഉയർച്ച പ്രാപിക്കും. ആമേൻ. ലിഫ്റ്റ് ചെയ്യും. ചില സ്ഥാനങ്ങളിലേക്ക്, ചില ഇടങ്ങളിലേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് വിശാലമായ ചില സ്ഥാനങ്ങളിലേക്ക് ഈ ആഴ്ച കർത്താവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. ജയം പ്രാപിക്കും. കൃതാർത്ഥനായിത്തീരും. മീൻസ് സന്തോഷത്തോടെ മടങ്ങും, സന്തോഷത്തോടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും. സ്തോത്രം. അതുവരെ ആക്രോശമാ കേട്ടുകൊണ്ടിരുന്ന, പിടിയിടാവനെ, കൊല്ലടാവനെ, എവിടെ സ്തോത്രം കുന്തവും കൊണ്ട് നടക്കുന്നവനാ. ആമേൻ. എവിടെ വെച്ച് കിട്ടിയാലും കുത്തി തുളച്ച് ചുമരോട് ചേർക്കണം. അതാ ലക്ഷ്യം അല്ലേ? എവിടെ വെച്ച് കിട്ടിയാലും തീർക്കാൻ വേണ്ടി നടക്കുന്നവരാ. സ്തോത്രം. അവരെ കൊണ്ട് ഏറ്റവും നല്ലത് എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ ചെയ്യിപ്പിക്കും. ആമേൻ. സ്തോത്രം. അവർ തന്നെ, ഇന്ന് ഉപദ്രവിക്കുന്നവർ തന്നെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചെയ്ത് നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ പോവുക. സ്തോത്രം. നോക്കൂ, ഈ ശൗലിന് മുമ്പിൽ ദാവീദ് എவ்விധത്തിലാണെന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട്. 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ഒരു ചെള്ളിനെ പോലെ രാജാവേ, നിന്റെ മുമ്പിൽ, നിന്റെ പടയാളികളുടെ മുമ്പിൽ, നിനക്കൊപ്പമുള്ള പ്രഭുക്കന്മാരുടെ മുമ്പിൽ ഞാനൊരു ചെള്ളിനെ പോലെ, അല്ലെങ്കിൽ ഒരു കാട്ടുകോഴിയെ പോലെയാ. എന്നെയാണോ നീ തിരഞ്ഞു നടക്കുന്നേ? അത്ര ഗതികെട്ട അവസ്ഥയിലല്ലേ?
ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, കാല് പിടിക്കാം, ഉപദ്രവിക്കരുതേ. പറഞ്ഞു മടുത്തുവല്ലേ, എന്നൊന്ന് വിട്. ഇനി എന്നെ കളിയാക്കരുതേ, ഇനി എന്നെ പരിഹസിക്കരുതേ, ഇനി എന്നെ ഉപദ്രവിക്കരുതേ. എനിക്ക് തല നിവർത്തി നിൽക്കാൻ വയ്യ, എനിക്ക് സ്കൂളിൽ വരാൻ വയ്യ. കുഞ്ഞെ, നീ കരയുക, നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, നിനക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, നീ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ പോകാൻ പറ്റുന്നില്ല. നിന്നയും അപമാനവും ഇതിനെ തളർത്തി കളയുക, പരിഹസിക്കുക. സ്തോത്രം. യാചിക്കുന്നുണ്ട്, എന്നെ ഒന്ന് വിട്. എന്നിട്ടും വിടുന്നില്ല. സ്തോത്രം. ഒരു ചെള്ളിനെ പോലെ, അത്രയും സൂക്ഷ്മമായ ഒരു ചെറിയ ജീവിയല്ലേ ചെള്ള്. അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കണമെങ്കിൽ എന്തോരം പാടുപെടണം, അതുപോലെ പാടുപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ദാവീദ് പറയാം, ഞാൻ അതുപോലെയാ, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആരെയും ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. യേശുവിൻ നാമത്തിൽ ആമേൻ. ശൗലിന്റെ വൈരാഗ്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 20-ാമത്തെ 33-ാമത്തെ വാക്യത്തിൽ ഈ ശൗലിന്റെ മകനായ യോനാഥാൻ, ദാവീദിനെ ഒരുപാട് സ്നേഹിക്കുന്ന യോനാഥാൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്ന അതേ സ്ഥാനത്ത് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കരുതുകയും ചെയ്യുന്ന ചിലരെ ദൈവം നിങ്ങൾക്കായി ഒരുക്കി വയ്ക്കും. ദൂതാ കേട്ടോ. ആമേൻ. ഏത് പ്രശ്നത്തിന് മധ്യത്തിലും നിങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൈവിക കരുതൽ എപ്പോഴും നിങ്ങൾക്കൊപ്പം കാണും. നിങ്ങൾ കിടന്ന് ബഹളം വെച്ച് ഓടുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് തിരിച്ചറിയുവാൻ പറ്റാതെ പോകുന്നത്. ആമേൻ. ശൗലിന്റെ മകനായ യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. ദാവീദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ദാവീദിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ദാവീദിലുള്ള ദൈവകൃപ തിരിച്ചറിഞ്ഞ യോനാഥാൻ. ആമേൻ. നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നേ. ആമേൻ. ഇല്ലേ? പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മേലുള്ള ദൈവകൃപ, നിങ്ങളിൽ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നോക്കിയേ, അപ്പോൾ ഈ യോനാഥാൻ പോയിട്ട് ശൗലിനോട് പറയുക, ഇനി എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? അവനെ വിട്ടുകളയി, അവൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? അവൻ നിനക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉടനെ കുന്തമെടുത്ത് സ്വന്തം മകനെ പോലും കൊല്ലാൻ അത്രമാത്രം വൈരാഗ്യമാ. നീ നശിച്ചു കാണണം, നീ മുടിഞ്ഞു പോകണം, നീ ഒരു കാലത്തും ഗതി പിടിക്കരുത്, നിന്റെ തലമുറകൾ രക്ഷപ്പെടരുത്, നിന്റെ കുടുംബം രക്ഷപ്പെടരുത്. അങ്ങനെ വാശിയോടെ നിൽക്കുന്ന അവിടെ നിന്ന് സ്തോത്രം, ഓ നിനക്ക് നല്ലത് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുമക്കളെ, ഏറ്റവും നിങ്ങളെ ഉപദ്രവിക്കുന്ന അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ദോഷകരമായത് മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഗുണകരമാക്കി മാറ്റുന്ന ഏറ്റവും നല്ലത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഇത് ശൗലിൽ നിന്ന് മാത്രമല്ല ദാവീദ് അനുഭവിക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ തന്നെ 1-ാമത്തെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫെലിസ്ത്യ രാജാവായ ആഖീഷിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ചെല്ലുന്ന ദാവീദിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ 4 വർഷം ആഖീഷിന്റെ സംരക്ഷണയിൽ സിക്ലാഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ ദാവീദ് പാർത്തു. ഈ ആഖീഷ് ആരാണ്? ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ഫെലിസ്ത്യ രാജാവ്. ഫെലിസ്ത്യൻ ആരാണ്? ദാവീദ് ആദ്യം യുദ്ധം തുടങ്ങിയത് തന്നെ ഈ ഫെലിസ്ത്യനോടാണ്. ആമേൻ. ഇസ്രായേൽ ചരിത്രം പരിശോധിച്ചാൽ, ദാവീദിന്റെ ചരിത്രം പരിശോധിച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഫെലിസ്ത്യനുമായിട്ട് യുദ്ധമാണ്. യുദ്ധമാണ്. എങ്ങനെയൊക്കെ ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുമോ, എങ്ങനെയൊക്കെ ഇസ്രായേലിനെ തകർക്കാൻ കഴിയുമോ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഫെലിസ്ത്യർ. അവരെ എങ്ങനെ ഓടിക്കുവാൻ പറ്റുമോ, അവരിൽ നിന്ന് എങ്ങനെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയുമോ, ഇതാണ് ഇസ്രായേൽ രാജാക്കന്മാരുടെ പ്രധാന പരിപാടി. ശ്രദ്ധിക്കണമേ, ഒരു സമയത്ത് 1-2 ദിവസമല്ല, 4 നീണ്ട വർഷങ്ങൾ ഇതേ ഫെലിസ്ത്യ രാജാവ്, ഒരു സാധാരണ പ്രജയെക്കുറിച്ചല്ല, ഫെലിസ്ത്യ രാജാവ് ദാവീദിന് അഭയം നൽകി. ശത്രുക്കളാ, ഒരവസരം നോക്കി നടക്കുക, എപ്പം കിട്ടും ദാവീദിനെ, എപ്പം കിട്ടും, അത്രമാത്രം ദാവീദ് ചെയ്തു കൊടുത്തിട്ടുള്ളതാ. ആമേൻ. നോക്കി നടക്കുന്നവരാ. പക്ഷേ ദൈവം അവിടെ തന്നെ, അവരുടെ മധ്യത്തിൽ തന്നെ, അവരുടെ പട്ടണത്തിൽ തന്നെ ദൈവം ദാവീദിന് വാസമൊരുക്കി. അതേ, നിന്റെ ശത്രുക്കളായി മാറിയിരിക്കുന്ന, നിന്നെ ഉപദ്രവിക്കുവാൻ അവസരം നോക്കി നടക്കുന്നവരുടെ മധ്യത്തിൽ തന്നെ ദൈവം നിനക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, അവിടെ
ആ ഭവനത്തിനകത്ത് അവർ നിന്നെ കൊല്ലത്തുമില്ല, നിന്നെ തിന്നത്തുമില്ല. ആമേൻ, സ്തോത്രം. കാരണം നീ ചിലതൊക്കെ പ്രാപിക്കുവാനുണ്ടെന്നേ. ഓ ആമേൻ, സ്തോത്രം. ഈ സിക്ലാഗിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? പിന്നത്തേതിൽ അത് ദാവീദിന്റെ നഗരമാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് നിനക്ക് ദൈവം സുരക്ഷിത വാസം ഒരുക്കുന്ന ആ സ്ഥലം നിന്റേതായി മാറും. ആമേൻ. ആ ഭവനം നിന്റെ അവകാശമായി മാറും. ആ സ്ഥാപനം, സ്തോത്രം, അവിടെ നിന്നെ ദൈവം സുരക്ഷിതമായി വച്ചിരിക്കുന്ന. ചുറ്റുമുള്ള ശത്രുക്കളെ കണ്ട് നീ പേടിക്കണ്ട, ഫെലിസ്തീനെ കണ്ട് പേടിക്കണ്ട, അവന്റെ പടയാളികളെ കണ്ട് പേടിക്കണ്ട. കേൾക്ക്, അവിടെ ദൈവം നിനക്ക് സുരക്ഷിതമായൊരു വാസം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നിന്റെ സ്ഥാനം അതല്ല, സ്തോത്രം, ദൈവത്തിന് അറിയാം. പക്ഷേ അത് നിനക്ക് ദൈവം അവകാശമാക്കി തരും. നിനക്ക് അഭിമാനത്തോടെ കൊണ്ടു നടക്കുവാൻ. നീ അവിടെ ജോലി ചെയ്തു, ഓ സ്തോത്രം, നീ ആ വീട്ടിൽ താമസിച്ചു, ആ പ്രശ്നങ്ങളൊക്കെ നീ അതിജീവിച്ചു. അവരുടെ മധ്യത്തിലൂടെ, അയ്യോ ആ ദുഷ്ടന്മാരുടെ മധ്യത്തിൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ മധ്യത്തിൽ നിനക്ക് സ്ഥാപനം നടത്താൻ പറ്റിയോ? നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയോ? നിനക്ക് അവിടെ ശുശ്രൂഷിക്കാൻ പറ്റിയോ? അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആമേൻ. ശുശ്രൂഷക, നിന്നെ കർത്താവ് അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് ഒരു സുരക്ഷിത താവളമാണ്. ആമേൻ, സ്തോത്രം. അവിടെ നിന്ന് സമയം വരുമ്പോൾ കർത്താവ് നിന്നെ ഉയർത്തും. ഓ താങ്ക് യു ലോർഡ്. അതുകൊണ്ട് ഓടണ്ട. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിന്നെ സുരക്ഷിതനാക്കിയിരിക്കുക. ആമേൻ. ഒരു ശത്രുവിനും നിന്നെ അവിടെ തൊടുവാൻ കഴിയത്തില്ല, ശത്രുക്കളുടെ മധ്യത്തിൽ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തകർത്ത് കളയാനല്ലെന്നേ നിന്നെ അവിടെ കൊണ്ടുപോയത്. ദൈവത്തിന് നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്, ചിലതിനെ നിനക്ക് അവകാശമായി തരുവാനുണ്ട്. അങ്ങനെയല്ലേ ബൈബിൾ പിന്നെയും ആവർത്തിച്ചു പറയുന്നുണ്ട്. മിസ്രയീമിലേക്ക് ഒരു ബാല്യക്കാരനെ കൊണ്ടുപോവുക, ദർശനമുള്ള ബാല്യക്കാരനെ, ഭക്തനായ ബാല്യക്കാരനെ, പേര് യോസേഫ്, അടിമയായിട്ടാണ് കൊണ്ടുപോകുന്നത്. വില കൊടുത്ത് വാങ്ങിയവനായിട്ട് കൊണ്ടുപോവുക. ഒരു വീട്ടിൽ കൊണ്ടുപോയാക്കി, അടിമയായിട്ടാക്കി. അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്തേക്ക് എറിയപ്പെട്ടു. മിസ്രയീമിൽ താൻ ആഗ്രഹിക്കാത്ത, തൻ്റേതല്ലാത്ത സ്ഥാനത്ത് അവിടെ ദൈവം യോസേഫിനെ സംരക്ഷിച്ചു. എന്തിനെന്നറിയാമോ? 45-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ സഹോദരന്മാർക്ക് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്ന യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ തിന്മയ്ക്കായിട്ടായിരിക്കാം ചെയ്തത്, പക്ഷേ എൻ്റെ ദൈവം അതെൻ്റെ നന്മയാക്കി മാറ്റി. ആമേൻ. അവർ ചിലപ്പോൾ വിചാരിക്കും നിനക്കിത് ദോഷമായി മാറും. ഇല്ല, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കൊപ്പമുള്ളവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതെ, പ്രിയപ്പെട്ടവരെന്ന പേരുള്ള ശത്രുക്കൾ, അങ്ങനെ തന്നെ പറയട്ടെ, ശത്രുക്കൾ, അവർ തിന്മയ്ക്കായി ചെയ്യുന്നത്, അവർ നിങ്ങളെ കരയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നത്, അവർ നിങ്ങളെ വേദനിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നത്, അവർ നിങ്ങളെ തകർത്ത് കളയുവാൻ വേണ്ടി ചെയ്യുന്നത്, അവർ നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നത്, അവർ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ വേണ്ടി ചെയ്യുന്നത്, അതെ, ആ ദേശത്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആ കുൽസിത പ്രവൃത്തികളെ നിങ്ങൾക്ക് നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ ആഴ്ച ആ ദൈവം ചെയ്യുന്ന നന്മ പ്രവർത്തികൾ, അതേ, ശത്രു തിന്മയായി ചെയ്തതിനെ നന്മയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. ഈ ആഴ്ച ആ അത്ഭുത പ്രവർത്തി നിങ്ങൾ കാണും. നിരന്തരമായി തിന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ടിരുന്നവർ, നിരന്തരമായി നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവർ, നിരന്തരമായി നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവർ, നിരന്തരമായി നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവർ, നല്ലത് നിങ്ങളെക്കുറിച്ച് പറയുവാൻ പോകുക. നല്ലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ചിലർ നല്ലത് ചെയ്യുവാൻ പോകുക. ആമേൻ, സ്തോത്രം. ദാവീദിന് വേണ്ടി ശൗലിനെ കൊണ്ട് ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം, ആമേൻ. വിറ്റുകളയപ്പെട്ട മിസ്രയീമിൽ സഹോദരന്മാർ തിന്മയായി ചെയ്തതിനെ നന്മയാക്കി മാറ്റിയ ദൈവം, ഫെലിസ്ത്യന്റെ ദേശത്ത് 4 വർഷക്കാലം ദാവീദിന് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കിയ ദൈവം, ആ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അതെ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഈ ഒരാഴ്ചയായിരുന്നാട്ടെ. നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കുന്നത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ന് ചെയ്യും, നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ലൈവായി തന്നെ പ്രാർത്ഥിക്കും. ലൈവായി തന്നെ വിടുതലുകൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തിന്മ മാത്രം അനുഭവിക്കുന്നവരായി നല്ലത് കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും കഴിയാതെ ആയിരിക്കുന്നുവോ, അതെ, നല്ലത് അനുഭവിക്കുമാറാക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആരാധനയിൽ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്നവർ, നിങ്ങൾ മറ്റൊരു ആലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് സ്വാഗതം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകരയിൽ അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ, അതായത് ബസ് സ്റ്റോപ്പിനടുത്ത് നമ്മുടെ സുമംഗലി ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ്, വൈകുന്നേരം 3 മണി മുതൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. തിന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ തിന്മയായി ചെയ്തതിനെ നന്മയാക്കുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ പോകുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഇവർക്ക് ദോഷമായി ചെയ്തുകൊണ്ടിരുന്നവർ, ഇവരെ അപമാനിച്ചു കൊണ്ടിരുന്നവർ, നിന്ദിച്ചു കൊണ്ടിരുന്നവർ, ഉപദ്രവിച്ചു കൊണ്ടിരുന്നവർ, അവരിലൂടെ തന്നെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും നല്ലത് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, ഇവരുടെ ഇന്നത്തെ ജീവിതം മാറട്ടെ, ഇവരുടെ ഇന്നത്തെ അനുഭവങ്ങൾ മാറട്ടെ. യേശുവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ. ജോലി സ്ഥലത്തിലെ പ്രശ്നങ്ങൾ മാറട്ടെ കർത്താവേ. ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ദീർഘനാളുകളായി കർത്താവെ പല പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. യേശുവേ, നല്ല ജോലികൾ നൽകണമേ അപ്പാ. ജോലിക്ക് പോകുവാൻ കഴിയാതെ വർഷങ്ങളായി അടച്ചിടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവർ പുറത്തു കൊണ്ടുവരണമേ കർത്താവേ. ജോലിക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ശാരീരികം അനുഭവിക്കുന്ന എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ അപ്പാ. ബന്ധിച്ചൊതുക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. എല്ലാ രോഗികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയാട്ടെ. ബന്ധനങ്ങളെ അഴിക്കണമേ അപ്പാ. അശുദ്ധാത്മാക്കൾ വിട്ടുമാറട്ടെ. ഭൂതോപദ്രവങ്ങൾ വിട്ടുമാറട്ടെ. രാത്രിയിൽ ഉറക്കമില്ലാത്ത, അസ്വസ്ഥതപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ കാണുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥ മാറട്ടെ. യേശു സൗഖ്യമാക്കിയ പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഉദരത്തിനകത്തെ വ്രണങ്ങൾ സൗഖ്യമാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ചില വേരിയേഷൻസ് മാറിപ്പോകട്ടെ. BP നോർമലാകട്ടെ. ഷുഗർ കൺട്രോൾ ആകട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ കർത്താവേ. അവർക്ക് ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ കരയുന്ന മാതാപിതാക്കൾ കരങ്ങളെ നീട്ടി പ്രാർത്ഥിക്കുക. കർത്താവ് കരങ്ങളിൽ നന്മ തരിക. ആ ലോൺ സാങ്ഷൻ ആകുക. നിങ്ങൾക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിങ്ങളുടെ ജീവിതം മാറുവാൻ. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇവർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കണമേ. ആ സാവകാശം ലഭിക്കട്ടെ. ലോൺ അടച്ചു തീർക്കുവാനുള്ള സാവകാശം ലഭിക്കട്ടെ. കൊടുത്തു തീർക്കുവാൻ സാവകാശം ലഭിക്കട്ടെ. ഇവർക്ക് വേണ്ടത് ചില വ്യക്തികളിലൂടെ സ്വർഗം അങ്ങ് ഒരുക്കണമേ കർത്താവേ. ഏലിയാവിന് വിധവയുടെ ഭവനത്തിൽ സമൃദ്ധി ഒരുക്കിയ കർത്താവേ, ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കലഹങ്ങൾ മാറിപ്പോകട്ടെ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകളോടെ അവർക്ക് മുമ്പിൽ വാക്തത്വം നിവർത്തി വെളിപ്പെടട്ടെ. അവർ ഉയരട്ടെ. ഉയർച്ച തന്നെ ഇന്നിവർ പ്രാപിക്കട്ടെ. ഈ ആഴ്ച ഇവരുടെ അത്ഭുതത്തിൻ്റെ ആഴ്ചയായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.